പുതുവർഷം ഭാവി ഇന്ത്യക്ക് ഒട്ടേറെ പുതിയ പ്രതീക്ഷകൾ നൽകുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പറഞ്ഞു വരുന്നത് കപ്പൽ നിർമ്മാണ മേഖലയിൽ ചില പുതിയ ഓഫറുകൾ നമ്മുടെ രാജ്യത്തെ ചില സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിലേക്ക് അത് യാഥാർത്ഥ്യമാകുന്നു. അതേപോലെ ഭാവിയിലും വരും വർഷങ്ങളിലും കപ്പൽ നിർമ്മാണ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ, പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യക്ക് ഉണ്ടാവണം എന്ന് മാത്രം. കേരളത്തിനും അതിന്റെ പ്രയോജനം കിട്ടാൻ ഒട്ടേറെ സാധ്യതകൾ നിലനിൽക്കുന്നു. നമ്മൾ ഈ ഇന്ത്യ മാരിടൈം വിഷൻ 2020 പ്രഖ്യാപിച്ചെങ്കിലും കാര്യങ്ങളുടെ ഗതിവേഗം ഇനിയും മുന്നോട്ട് പോകണം, വേഗത കൂട്ടണം എന്നതാണ് ഏറ്റവും പുതിയ വെല്ലുവിളികൾ നമുക്ക് മുന്നിൽ തരുന്നത്, നമുക്ക് നൽകുന്ന ചലഞ്ച് അതാണ്. അതായത് ഏറ്റവും ഒടുവിലത്തെ സന്തോഷകരമായ വാർത്ത, റഷ്യയുടെ ന്യൂക്ലിയർ ഏജൻസിക്ക് വേണ്ടി 4 ഐസ് ബ്രേക്കർ കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഓർഡർ ഇന്ത്യയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിനും നമ്മുടെ രാജ്യത്ത് ഗുജറാത്ത് ആസ്ഥാനമായുള്ള കേരളം ആസ്ഥാനമായുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിനും ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന പിപ്പാവാവ് ഷിപ്പ്യാർഡിനും ഗുജറാത്തിലെ സ്വാൻ ഗ്രൂപ്പിനും കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 4000 കോടി രൂപയുടെ ഇടപാടാണിത്. 4 ഐസ് ബ്രേക്കർ ഷിപ്പുകൾ, 2 കൊച്ചിൻ ഷിപ്പ്യാർഡിലും 2 പിപ്പപ്പാവിലെ ഗുജറാത്തിലെ ഷിപ്പ്യാർഡിലും സ്വാൻ ഗ്രൂപ്പ് കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് നിർമ്മിച്ച് 4 കൊല്ലത്തിനുള്ളിൽ, പരമാവധി 2 കൊല്ലം, മിനിമം 2 കൊല്ലം, പരമാവധി 4 കൊല്ലത്തിനുള്ളിൽ ഇത് നിർമ്മിച്ച് നൽകേണ്ടതുണ്ട്. അപ്പൊ ഇത് 4000 കോടി രൂപയുടെ ഒരു വലിയ ഓഫറാണ് വന്നിരിക്കുന്നത്. ഇത് വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ രാജ്യാന്തര തുറമുഖ മേഖല അല്ലെ കപ്പൽ ഗതാഗത വാണിജ്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, സാധ്യതകൾ എങ്ങനെ കേരളവും ഇന്ത്യയും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. എന്തുകൊണ്ട് ഈ റഷ്യൻ ഓർഡർ ഇവിടേക്ക് വന്നു? ചൈനയെ മാറ്റി നിർത്തിയിട്ടാണ്, അല്ലെ ചൈനയെ ഒഴിവാക്കിയിട്ടാണ് കാരണം റഷ്യയും ചൈനയും വളരെ സൗഹൃദത്തിൽ ഇപ്പോൾ പോകുന്ന രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചൈനയെ ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് റഷ്യ ഇന്ത്യയിലെ 2 ഷിപ്പ്യാർഡുകൾക്ക് ഈ ഓഫർ നൽകി എന്നുള്ളതിന്റെ കാരണം അത് സാച്ചുറേഷനാണ്. അതായത് ലോകത്തെ വലിയ കപ്പൽ നിർമ്മാണ ശക്തികൾ എന്ന് പറയുന്നത് 1 ചൈന, 2 കൊറിയ, 3 ജപ്പാൻ. ഈ 3 രാജ്യങ്ങളിലെ കപ്പൽ നിർമ്മാണശാലകളിൽ, വിവിധ കമ്പനികളുടെ കപ്പൽ നിർമ്മാണശാലകളിൽ ഇപ്പൊ തിരക്കാണ്. പുതിയ കണ്ടെയ്നർ ഷിപ്പുകളും മദർ വെസൽസ് മുതൽ പല റേഞ്ചിലുള്ള കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഓർഡർ കൊണ്ട് കുമിഞ്ഞിരിക്കുകയാണ് ഈ 3 രാജ്യങ്ങളിലെ ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ഈ രാജ്യങ്ങളിലെ ഷിപ്പ്യാർഡുകൾ. അവർക്ക് പുതിയ ഓർഡറുകൾ 2028 വരെ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. അതായത് അടുത്ത 3 വർഷം വരെ പുതിയ ഓർഡർ സ്വീകരിക്കാൻ കഴിയാത്ത പോലെ കപ്പൽ നിർമ്മാണ ഓഫറുകൾ, കോൺട്രാക്റ്റുകൾ, വർക്കുകൾ ഈ 3 രാജ്യങ്ങളിലെ കപ്പൽ നിർമ്മാണശാലകൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇനി ഇന്ത്യയിലേക്ക് തിരിയാം എന്ന തോന്നൽ റഷ്യക്ക് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറച്ചോളം ചെയ്തൊരു വീഡിയോയിലും മസ്ക് ഇന്ത്യയിലേക്ക് ഈ പുതുവർഷത്തിൽ 2025 മുതൽ ഇവിടെ കപ്പൽ ഗതാഗത മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. ഇതും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കണം. അപ്പോ ഒന്ന്, ഇപ്പോൾ റഷ്യൻ ഓഫർ 4 ഐസ് ബ്രേക്കർ, 2 മസ്ക് ഓൾറെഡി ഇന്ത്യയിൽ വരാൻ പോകുന്ന അവരുടെ സാധ്യതകൾ. ഇപ്പൊ ഇവിടൊക്കെയാണ് നമ്മൾ പൂവാറ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് വളരെ കരുതലോടെ വളരെ വേഗത്തിൽ ചിന്തിക്കേണ്ടുന്ന സമയമായി വന്നിരിക്കുന്നു. കാരണം ഇനി പുതിയ കപ്പൽ നിർമ്മാണ ഓഫറുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡോ അല്ലെങ്കിൽ ഈ സ്വകാര്യ മേഖലയിലുള്ള ഈ പറയുന്ന പിപ്പാവാവ് ഗുജറാത്തിലെ കപ്പൽ നിർമ്മാണശാല ഒക്കെ പോലെ തന്നെ പുതിയ കപ്പൽ നിർമ്മാണശാലകൾ വരണം. പൂവാറിന്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. കാരണം പൂവാറിന്റെ പ്രത്യേകത, ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ കപ്പൽ നിർമ്മിക്കാനുള്ള ആഴവും സംവിധാനവും സൗകര്യങ്ങളും പൂവാറിലുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, അതായത് കപ്പലിന്റെ ജല ഉപരിതലത്തിൽ നിന്ന് താഴേക്കുള്ള വെള്ളത്തിനടിയിലേക്കുള്ള കപ്പലിന്റെ ഡീപ്പ് എന്ന് പറയുന്നത് 24 മീറ്റർ ആണ്. ഏറ്റവും വലിയ കപ്പലിന്റെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിന്റെ 24 എന്നല്ല 25, 26 വരെ ഡ്രാഫ്റ്റ് ഉള്ള വൻ കപ്പലുകളും പൂവാറിൽ നിർമ്മിക്കാം. കാരണം പൂവാറിൽ
ചില സ്ഥലങ്ങളിൽ 30 മീറ്റർ വരെ ആഴം തീരത്തോട് ചേർന്ന് കടലിലുണ്ട് എന്നുള്ളതാണ് പൂവാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് ഇത്രയും ഐഡിയലായിട്ടൊരു വമ്പൻ ഷിപ്പുകൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഷിപ്പ് യാർഡ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഇതേപോലെ അത്ര പ്രകൃതി കൊണ്ട് അനുഗ്രഹിച്ച നൈസർഗികമായ കടൽ മേഖലയാണ് പൂവാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. അപ്പം ഞങ്ങൾ അതിലേക്കുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അതായത് 2028 വരെ മറ്റ് രാജ്യങ്ങളിലെ ഈ 3 രാജ്യങ്ങളിലെ ഷിപ്പ് യാർഡുകൾ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചാൻസ് വന്നിരിക്കുന്നു. അതെങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു? ഇപ്പോൾ തന്നെ നോക്കുക, ഈ കഴിഞ്ഞ വർഷം 2024 മുതൽ ഇപ്പോൾ 2025 കടക്കുമ്പോൾ ലോകത്ത് കപ്പൽ നിർമ്മാണ മേഖലയിൽ, അതായത് കണ്ടെയ്നർ വലിയ മദർ വെസലുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ ഉൾപ്പെടെയുള്ള TEU കപ്പാസിറ്റി വെച്ചിട്ടുള്ള വർക്ക് ഓർഡറുകൾ എത്രയാണ് ചൈനയിലേക്ക് പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിന്റെ ഒരു 10% ഓർഡർ ഇന്ത്യക്ക് കിട്ടിയാൽ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ വ്യവസായം ഒരു വൻ കുതിച്ചുചാട്ടത്തിലേക്ക് പോകും എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ ഓർക്കണം. ഇപ്പോ MSC ഇപ്പൊ വിഴിഞ്ഞത്ത് എല്ലാ ദിവസവും വന്നു പോകുന്ന ജേർഡ് സർവീസിൽ രേഖപ്പെടുത്തപ്പെട്ട, ചാർട്ട് ചെയ്ത അല്ലെങ്കിൽ ആ പട്ടികയിൽ ഉൾപ്പെട്ട വിഴിഞ്ഞത്ത് എല്ലാ ദിവസവും MSCയുടെ കണ്ടെയ്നർ ഷിപ്പുകൾ വന്നു പോകുന്നു. ഈ MSC പുതിയ കപ്പലുകൾക്ക് ഈ കഴിഞ്ഞ വർഷം ഓർഡർ ഇട്ടിരിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഏറ്റവും ഒടുവിൽ അവര് ഈ MSC 24,000 TEU ഉള്ള കപ്പാസിറ്റിയുള്ള 24,000 TEU എന്ന് പറയുമ്പോൾ വലിയ മദർ വെസലാണ്. 20-ന് മുകളിൽ വരുമ്പോൾ വലിയ ഏറ്റവും അൾട്രാ ബിഗ് മദർഷിപ്സ് എന്ന് വേണം അതിനെ വിളിക്കുക. അൾട്രാ ബിഗ് മദർഷിപ്പുകളാണ്. അങ്ങനെ 24,000 TEU ഉള്ള, അതായത് കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള 10 ഷിപ്പുകൾക്കാണ് ഇപ്പോ ഈ കഴിഞ്ഞ മാസം MSC ഓർഡർ ചെയ്തിരിക്കുന്ന പുതിയ കപ്പലുകൾക്ക്. ഇത് നിർമ്മിക്കുന്നത് ചൈനയിലെ ഡാലിയൻ തുറമുഖത്താണ്, അവിടുത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. ആലോചിക്കണം ഇതിന്റെ തുകവിവരം. ഇതുകൊണ്ട് ചൈനയിലേക്ക് എത്ര കോടി രൂപയാണ് ഈ കപ്പൽ നിർമ്മാണത്തിന് അവർ കൊടുക്കുന്നത്, MSC കൊടുക്കുന്നത്, ഞാൻ കണക്ക് പുറത്ത് വിട്ടിട്ടില്ല. ഒരു വലിയ തുകയായിരിക്കും. നമുക്ക് ഊഹിക്കാം. ഇപ്പോ 4 ഐസ് ബ്രേക്കർ ഷിപ്പ് നിർമ്മിക്കാൻ റഷ്യ നമുക്ക് 4,000 കോടി ഓർഡർ തരുന്നു എന്ന് കേൾക്കുമ്പോൾ 24,000 TEU മുകളിലുള്ള 10 കപ്പൽ നിർമ്മിക്കാൻ, കണ്ടെയ്നർ കപ്പലുകൾ നിർമ്മിക്കാൻ ഈ ഹെങ്ലി, ഡാലിയനിലെ ഹെങ്ലി ഈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് എത്ര വലിയ തുകയായിരിക്കും MSC കൊടുക്കുന്നത്. അപ്പൊ 3 വർഷമാണ് ഇതിന്റെ നിർമ്മാണ കാലാവധി പരമാവധി ഉള്ളത്. ഇനി ഇതേ കാര്യത്തിൽ തന്നെ MSC സെപ്റ്റംബറിൽ, ഇത് ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ഞങ്ങൾ പറഞ്ഞത്. സെപ്റ്റംബറിൽ ഇത് കൂടാതെ ഇതിന് മുന്നോടിയായിട്ട് 21,000 TEU ശേഷി വരെയുള്ള 21,000, അതായത് 2ാം തരം മദർ വെസലുകൾ, അൾട്രാബിക് കഴിഞ്ഞിട്ടുള്ള അതിന് തൊട്ട് താഴെ, അങ്ങനെയുള്ള വേറെ 10 ഷിപ്പുകൾക്ക് കൂടി MSC ഓർഡർ ചെയ്തിരിക്കുന്നു. അത് നിർമ്മിക്കുന്നത് ചൈന ഡാലിയനിലാണ്. അപ്പൊ ചൈനയിലെ ആ ഒരു ബിസിനസ് വോളിയം ഈ കപ്പൽ നിർമ്മാണ രംഗത്ത് മാത്രം എത്ര വലുതായി MSC മാത്രം കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. ഈ MSCയുടെ പേരന്റ് കമ്പനിയാണ് നമ്മുടെ വാധവൻ പോർട്ടിൽ, പുതിയ നിർമ്മിക്കുന്ന പോർട്ടിൽ 20,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യം. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുക. അപ്പൊ സെപ്റ്റംബറിൽ വേറെ 10 ഷിപ്പുകൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ MSC ഇപ്പൊ തന്നെ 131 MSC ഉൾപ്പെടെ 131 പുതിയ കണ്ടെയ്നർ ഷിപ്പുകൾ, വലിയ മദർ വെസൽസിനുള്ള നിർമ്മാണ ഓർഡറുകളാണ് ചൈനയിലെയും മറ്റ് കപ്പൽ നിർമ്മാണശാലകൾക്ക് കിട്ടിയിരിക്കുന്നത്. 131 കണ്ടെയ്നർ ഷിപ്പുകൾ, വൻകിട ഷിപ്പുകൾ നിർമ്മിക്കാനുള്ള ഓർഡറാണ് പോയിരിക്കുന്നത്. ഇപ്പൊ തന്നെ MSCക്ക് 880 വെസലുകളുണ്ട്, മദർ വെസൽസ് ഉൾപ്പെടെ 880. ഈ 880-ൽ 586 എണ്ണം MSCയുടെ സ്വന്തം കപ്പലുകളാണ്. അവർ പണം മുടക്കി നിർമ്മിച്ചിറക്കിയിരിക്കുന്ന കപ്പലുകളാണ് 586. ബാക്കി 294 കപ്പലുകൾ അവർ ചാർട്ടർ ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരുടെ കപ്പൽ അവർ വാടകയ്ക്ക് എടുത്തിട്ട് ചാർട്ടർ ചെയ്ത് അവരുടെ ചരക്കുകൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് അവർക്ക് ഇനിയും കപ്പലുകൾ വേണം. ഈ കപ്പൽ ഗതാഗത രംഗത്ത്, വാണിജ്യ രംഗത്ത്, കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ്, അല്ലെ മാരിടൈം ബിസിനസ്സിൽ, അല്ലെ ബ്ലൂ എക്കോണമിയിൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് വൻ കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പൊതുവെയുള്ള രാജ്യാന്തര വിദഗ്ധരുടെ വിലയിരുത്തൽ.
ആ സന്ദർഭം, ആ ചാൻസ് ആണ് ഇന്ത്യക്ക് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ കപ്പൽശാലകൾ ഹൗസ്ഫുൾ ആയ സ്ഥിതിക്ക് നിർമ്മാണശാലകൾ ഇവിടെ ചാൻസ് കിട്ടാൻ ഇന്ത്യക്ക് ഏറ്റവും അനുകൂല ഘടകം എന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഒരു 2-3 വർഷം കൊണ്ടെങ്കിലും 2028 കൊണ്ടെങ്കിലും നമ്മൾ കപ്പൽ നിർമ്മാണ രംഗത്ത് പുതിയ ചില ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിനും ഗുണം കിട്ടണമെങ്കിൽ അടുത്ത 3 വർഷത്തിനകത്ത് പൂവാറിൽ എന്തെങ്കിലും സംഭവിക്കണം. 1. 2, കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ റഷ്യൻ കപ്പൽ ഓർഡർ വന്നതുപോലെ ഈ റഷ്യ എന്തുകൊണ്ട് ഇതിന്റെ മറ്റൊരു വാണിജ്യ സാധ്യത കൂടി കണ്ടിട്ട് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഇത് കൂടാതെ ഇനിയും 150 ഇനിയും കാർഗോ ഷിപ്പുകളും മറ്റ് ഷിപ്പുകളും ഐസ് ബ്രേക്കറുകളും റഷ്യക്ക് ആവശ്യമാണ്. അതിന്റെ ഒരു പ്രൊജക്ഷൻ പറഞ്ഞിരിക്കുന്നത് റഷ്യ നോർത്ത് സീ റൂട്ട് ഡെവലപ്മെന്റ് പ്ലാൻ എന്നൊരു പ്ലാൻ, ബൃഹത്തായ ഒരു പ്ലാൻ, എത്രയോ വൻ തുക മുടക്കിയിട്ടുള്ള ബൃഹത്തായ പ്ലാനാണ് റഷ്യയുടെ നോർത്ത് സീ റൂട്ട് ഡെവലപ്മെന്റ് പ്ലാൻ. എന്ന് പറഞ്ഞാൽ കപ്പൽ മുഖേന, ചരക്ക് കപ്പൽ മുഖേന, കണ്ടെയ്നർ ഷിപ്പുകൾ മുഖേന, അല്ലെ ടാങ്കറുകൾ മുഖേന റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും LNGയും അതുപോലെ കോൾ, കൽക്കരിയുമൊക്കെ ഇന്ത്യയിലേക്കും ഈ പറയുന്ന മേഖലയിലേക്ക് എത്തിക്കാനുള്ള പുതിയ ഒരു റൂട്ടാണ് റഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് നോർത്തേൺ സീ റൂട്ട് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാനിലെ ആദ്യ ഘട്ടമാണ് ഇപ്പൊ പറയുന്ന ഈ ഐസ് ബ്രേക്കർ ഷിപ്പുകളുടെ നിർമ്മാണം. അതോടൊപ്പം മറ്റ് ഷിപ്പുകളും, മദർ വെസലുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ, പിന്നെ ടെർമിനൽസ്, ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽസ് ഉൾപ്പെടെയുള്ള പോർട്ടുകളുടെ നിർമ്മാണം വരെയുള്ള വലിയ പ്രോജക്റ്റാണ് റഷ്യയുടെ നോർത്തേൺ സീ റൂട്ട് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ ചാടി വീണാൽ ഇന്ത്യക്ക് എന്തൊരു നേട്ടമുണ്ടാക്കാൻ പറ്റും? ഇപ്പൊ റഷ്യ ഇങ്ങോട്ട് നമ്മളെ സമീപിച്ച ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് അടുത്ത വർഷം മുതൽ ഒരു വർഷം പ്രതിവർഷം 150 മില്യൺ ടൺ ക്രൂഡ് ഓയിലും LNGയും കോളും അടങ്ങുന്ന ചരക്ക് ഗതാഗതമാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണ തോതിൽ ഇപ്പൊ തുടങ്ങി വെക്കുന്നത് 2030 ഇത് പൂർണ്ണ തോതിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് റഷ്യയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചൈനയെ ഒഴിവാക്കി റഷ്യ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യയുമായിട്ട് കൈകോർത്തുകൊണ്ട് വലിയ കപ്പൽ നിർമ്മാണ ഗതാഗത മേഖലയിലേക്ക് വലിയ ഒരു കുതിച്ചുചാട്ടം നടത്താൻ ഇന്ത്യക്ക് വന്നിരിക്കുന്ന സുവർണ അവസരമാണിത്. നമ്മളിത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനവും കേരളവും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് വളരെ ഗൗരവമായിട്ട്, അടിയന്തരമായിട്ട് ആലോചിക്കേണ്ടുന്ന കാര്യം.